അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ പൂരത്തിലേട്ടോ. ഇപ്പോൾ ഏകദേശം ടൈം 4 മണിയായിട്ടുണ്ട്. നിലൻ്റെ ബാക്കിലേക്ക് കാണാം, അവിടെയാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഗ്രൗണ്ടിലേക്ക് പോകും. അവിടെയാണ് ഫുള്ള് ആനകൾ നിരന്ന് നിൽക്കുന്ന ഒരു സംഭവം. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവട്ടെ. പിന്നെ നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. ഇവിടെ അധികം ആൾക്കാരെ കടത്തി വിടുന്നില്ല, ഒക്കെ എല്ലാവരും പുറത്ത് നിൽക്കാതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ആൾക്കാർക്ക് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഫുള്ളായി കഴിഞ്ഞാൽ ശ്വാസം കിട്ടൂല, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നൊരു കാരണം. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ഇവിടെ എവിടെ വരുന്നേ? ആലപ്പുഴ വരുന്നേ. തൃശ്ശൂർ പൂരം കാണാനായിട്ട് വന്നാണ് അല്ലേ? എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? ഫസ്റ്റ് ടൈമാ? ഇപ്പൊ എത്തിയുള്ളൂ? രാവിലെ വന്നപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. ഇതിന്റെ ഉള്ളിൽ കയറി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓ ഇനിയിപ്പോ ഇന്ന് പോവോ? എങ്ങനെ ഇന്ന് പോകുന്നത്? കൂടുതൽ കഴിഞ്ഞിട്ടേ പോകുള്ളൂ? രാത്രിയോ? ട്രെയിനാ വന്നേ? ഇതാരാണ് കൂടെ ഉള്ളേ? ഫ്രണ്ടിന്റെ അച്ഛനാ? ശരി. അപ്പൊ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വന്നാണല്ലേ? ഓക്കെ, താങ്ക് യു. എന്നിവർ സമീപം കാത്തിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ ലോക്കൽ ബ്ലോഗിലൂടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഇവിടെയൊക്കെ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്.
ക്രൗഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പോയിട്ടാ പോയില്ല, അത്രയ്ക്ക് വലിയ തിരക്കാവും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു അനുഭവിച്ചപ്പോഴും പോയില്ല. അത്രയ്ക്ക് തിക്കും തിരക്കിലും പോയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്നാലും പ്രാവശ്യം വന്നേ നല്ല ചൂടാട്ടോ. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ഇതാണ് എല്ലാം ഇവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം നടക്കുന്നതാണ്. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ്. തൃശ്ശൂർ പേരൂർ എന്ന് പറയാം. അവിടെ ഈ വർഷത്തെ എത്രാമത്തെ വർഷം എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും വളരെ വിശേഷമായിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു തൃശ്ശൂർ പൂരം ഈ വർഷം കൊണ്ടാടുകയാണ്. ഈ കൊടും ചൂടിലും വളരെ ഭംഗിയായിട്ട് ഇത്രയും ആഘോഷപരമായിട്ട് നാനാജാതി മതത്തിൽ എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച് നല്ല രൂപത്തിൽ കൊണ്ടാടുന്ന ഒരു ഉത്സവം. ഇന്നിപ്പോൾ ചൂടുണ്ട്, നല്ലൊരു ഇതിലേക്ക് നിൽക്കുകയാണ്. ഒരു 42 ഡിഗ്രി ചൂടുള്ളപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ നല്ല തിരക്കൂടെ കാണുന്നുണ്ട്. ആനകളും മാതിരി സംഘാടകരും എല്ലാവരും നല്ല ആഘോഷപൂർവ്വം ആനന്ദപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം കഴിഞ്ഞാൽ തെക്കോട്ടിറക്കം സ്റ്റാർട്ട് ചെയ്യാറായി. അതിനുള്ള സമയം അടുത്തു വരുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല പൂരാശംസകൾ നേരുന്നു. താങ്ക് യു.